നാളെ മേടമാസത്തിലെ കാർത്തിക നാള് കൊടുങ്ങല്ലൂർ കാവില് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വിവാഹ ചടങ്ങുകളിലൊക്കെ അഷ്ടമംഗല്യത്തിൽ വെക്കുന്ന ഒരു ദ്രവ്യം, അതേപോലെ തന്നെ സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ ദീർഘമംഗല്യത്തിന് വേണ്ടി നെറ്റിയിൽ തൊടുന്ന ഒരു പ്രസാദം, അതാണ് നാളെ കിട്ടുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന തൃച്ചന്ദനം പോലെ തന്നെ അമൂല്യമായിട്ടുള്ള ഈ ഒരു പ്രസാദം എന്ന് പറയുന്നത് നാളെ ഉച്ചയോടുകൂടി തന്നെ തീർന്നു പോകും എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് ഭാഗ്യമുള്ളവർക്ക് കിട്ടും. അമ്മേ ശരണം, ദേവി ശരണം. അപ്പോൾ നാളെ മേടമാസത്തിലത്തെ കാർത്തിക നാള്, അതായത് കൊടുങ്ങല്ലൂർ കാവിൽ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അതായത് തൃച്ചന്ദനം പോലെ തന്നെ വളരെ അമൂല്യമായിട്ടുള്ള, അതേപോലെ തന്നെ വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു പ്രസാദം നാളെ കൊടുങ്ങല്ലൂർ കാവിലെത്തിയാൽ കിട്ടും. അതായത് കൊടുങ്ങല്ലൂർ കാവിലുള്ളത് വടക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന വരിക്കപ്ലാവിൽ തീർത്ത ദാരു വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിന് കേടുപാടുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ ചാന്താട്ടം എന്ന് പറയുന്ന ഒരു പൂജ നടക്കാറുണ്ട്. അതായത് ചാന്ത് എന്ന് പറയുന്നത് തേക്കിൻ്റെ കറയിൽ, പണ്ട് കാലത്തൊക്കെ തേക്ക് തിളപ്പിച്ചോ ചൂടാക്കിയോ ഒക്കെയാണ് അതിൻ്റെ ആ ഒരു അംശം എന്ന് പറയുന്നത് എടുത്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ്. എന്നാലും ആ ഒരു തേക്കിൻ്റെ കറയിൽ 11 കൂട്ടം രഹസ്യ കൂട്ടുകൾ, അതായത് ഗോരോചനം, അതുപോലെ തന്നെ കുങ്കുമപ്പൂവ്, അതേപോലെ തന്നെ കസ്തൂരി, അങ്ങനെയുള്ള 11 കൂട്ടം സുഗന്ധദ്രവ്യങ്ങളും ഔഷധങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു അമൂല്യമായിട്ടുള്ള ദ്രവ്യമാണ് ഈ ചാന്ത് എന്ന് പറയുന്നത്. ഈ ചാന്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പണ്ട് കാലത്തൊക്കെ വിവാഹ ചടങ്ങുകളിൽ അഷ്ടമംഗല്യത്തിൽ ഒരു ദ്രവ്യമായിട്ട് വെക്കാറുണ്ടായിരുന്നു എന്നും, അതുപോലെ തന്നെ സുമംഗലികളാണെന്നുണ്ടെങ്കിൽ ദീർഘമംഗല്യത്തിന് വേണ്ടിയിട്ട് അത് നെറ്റിയിൽ തൊടാറുണ്ടായിരുന്നു എന്നും, ഇപ്പോഴും കൊടുങ്ങല്ലൂരമ്മയുടെ ഭക്തരായിട്ടുള്ള എല്ലാവരും ആ ഒരു അമൂല്യ പ്രസാദം ലഭിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ അമ്മയുടെ ആ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിത്യം തൊടുന്ന ഒരു പ്രസാദമാണ്. പക്ഷേ അത് നാളെ ഉച്ചയോടുകൂടി തന്നെ തീർന്നു പോകും. വളരെ ലിമിറ്റഡ് ആയിട്ടേ കിട്ടുള്ളൂ. നാളെ കാവിൽ വരുന്നവർക്ക് തൊടാനുള്ളത് കിട്ടും പ്രസാദ കൗണ്ടറിൽ നിന്ന്. അപ്പോൾ ആ ഒരു ചാന്താട്ടം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഏപ്രിൽ 29 ചൊവ്വാഴ്ച, അതായത് മേടമാസത്തിലെ കാർത്തിക നാളിൽ നാളെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാന്താട്ടത്തിൻ്റെ സമയം എന്ന് പറയുന്നത് പന്തീരടി പൂജയ്ക്ക് ശേഷം ഈ അമൂല്യ ആ ഒരു രഹസ്യ കൂട്ട് എന്ന് പറയുന്നത് കലശങ്ങളിലാക്കി മുഖമണ്ഡപത്തിൽ വെച്ച് പൂജിച്ചതിന് ശേഷം അത് അമ്മയ്ക്ക് അഭിഷേകം നടത്തുന്നു. അതിൽ നിന്ന് ഊർന്നിറങ്ങി വരുന്ന ആ ഒരു ചാന്താണ് ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകുന്നത്. പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നാളെ അതായത് ചാന്താട്ടത്തിന് വേണ്ടി അമ്മയുടെ ആടയാഭരണങ്ങൾ, അതായത് തിരുവാഭരണങ്ങൾ ഊരി വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസം 1-ാം തീയതിയാണ് വീണ്ടും അത് അമ്മയെ അണിയിക്കുക. അതായത് നാളെ മുതൽ ഭക്തർക്ക് കർക്കിടക മാസം 1-ാം തീയതി വരെ അമ്മയുടെ ദാരു വിഗ്രഹം നേരിട്ട് ദർശിക്കാനാണ് സാധിക്കുക. കർക്കിടകം 1-നായിരിക്കും സർവാഭരണ വിഭൂഷിതയായിട്ട് അമ്മയെ ഇനി കാണാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും നാളെ കൊടുങ്ങല്ലൂർ കാവിലെത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അമൂല്യമായിട്ടുള്ള പ്രസാദം സ്വീകരിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.